ഹലോ ഗായ്സ്, ലില്ലി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇലയട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇലയട. അപ്പോൾ ഞാൻ ഇലയട ഉണ്ടാക്കുന്നത് എനിക്ക് മുഴുവനായിട്ടും ഈ വീഡിയോ കാണിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ഇലയട മുഴുവനും ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ വീഡിയോ അതിലിടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇലയട ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ്. ഞാനിവിടെ ഇലയട ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് വട്ട ഇലയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇലയട ഉണ്ടാക്കുമ്പോൾ വട്ട ഇലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷെ ആ വട്ട ഇല ഉപയോഗിക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ ആ ഇലയടയ്ക്ക്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സാധാരണ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് വാഴ ഇലയാണ് കേട്ടോ, ഇലയട ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് പ്രത്യേകമായിട്ട് വട്ട ഇല എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് കഴുകി വെച്ചിരിക്കുന്ന വട്ട ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇലയട ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ, ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇലയട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗോതമ്പ് പൊടിയും തേങ്ങയും ശർക്കരയും വെച്ചിട്ട് ഇപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ.